ഇന്നത്തെ അനൗൺസ്മെൻറ്റ് ഓർമ്മ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് വാഹനം നമ്മുടെ വീടിൻ്റെ അരികിലൂടെ പോകുന്നുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ പവിത്രതയിലും മാവേലി മന്നനെ വരവേൽക്കുന്നതിനും ക്രിസ്തുമസിൻ്റെ ആഹ്ലാദവേളയിലും കേരളത്തിലെ കുരുന്നുമണികൾക്ക് 5 കിലോ അരി സൗജന്യമായി നൽകി വരുന്ന നയനാർ സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം പൊന്നരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. അതായത് ലൈവ് മൈക്കിൽ നമ്മൾ ഓരോ പ്രദേശത്തും പോകുമ്പോൾ അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ഇനി ഭരണകക്ഷിയാണെങ്കിൽ ഭരണ നേട്ടങ്ങൾ, ഇനി ഭരണമില്ലെങ്കിൽ ഭരണ വികാരങ്ങൾ, എതിർവികാരങ്ങളൊക്കെ പറയുന്ന തരത്തിലാണ്. ഇന്ന് റെക്കോർഡാണ്, അത് മുൻകൂട്ടി റെക്കോർഡ് ചെയ്തിട്ട് അത് അത്ര വലിയ പ്രാധാന്യമായിട്ട് തോന്നുന്നില്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ഏറ്റവും വലിയൊരു മാർഗം പോസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് തന്നെയാണ്. അപ്പം അന്ന് കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. രണ്ടും കൺഫ്യൂഷനാണ്, മുല്ലപ്പള്ളിയും കടന്നപ്പള്ളിയും. അപ്പം അന്ന് മുണ്ടേരി പഞ്ചായത്തിൻ്റെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കീഴിലാണ് അന്ന് അനൗൺസ്മെൻറ്റ് വാഹനം. പ്രത്യേകിച്ച് പറയാനുള്ളത് അതിരാവിലെ 6 മണിക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്യും. രാത്രി 10 മണി വരെ അന്ന് മൈക്ക് പെർമിറ്റ് ഉണ്ട്. അപ്പോൾ കനാല്, വയൽ, ഇങ്ങനെ കൃത്യമായിട്ട് രാവിലെ ആകാശവാണി റേഡിയോയിലാണ് വേറെ ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് അനൗൺസ്മെൻറ്റ് കൃത്യമായിട്ട് ശ്രവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അതിരാവിലെ പോകുന്നത്. അപ്പോൾ അതിരാവിലെ പോകുമ്പോൾ 2 കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ ചക്കരക്കല്ല് വൈകുന്നേരം എത്തുമ്പോൾ, അതായത് എതിർദിശയിൽ നിന്ന് വരുന്ന എതിർ പാർട്ടികളുടെ വണ്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് എതിരായിട്ട് ശക്തമായിട്ട് ഇങ്ങനെ ഘോരഘോരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു രസമാണ്. അപ്പോൾ ചില സമയത്ത് അവരും പറയും, എതിർ കക്ഷിയും പറയുമ്പോൾ ഒരു സ്റ്റണ്ടിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും മൈക്കുകൾ തമ്മിൽ. ആൾ